അമ്മകനി മണിതന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലെ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും അമ്മകനി അൻ്റെപ്പാ ഷാപ്പിൽ ഇപ്പൊ നല്ല അസലലികൾ വന്നുണ്ടാവും. പോയി 2 കൊട അങ്ങോട്ട് വീശാലോ നമുക്ക്. നേരം വെളുക്കുമ്പോ തന്നെയാ എന്തായാലേ നാവല്ലേ ആയിക്കൂടെ അങ്ങോട്ട് വിഷമിക്കുമ്പോ ഓരോ കൊട അങ്ങോട്ട് വീശിയ എന്താ ആശ്വാസം അല്ലേ. ആകെ ഒരു ഇതില്ലെന്നേ കൊരങ്ങ ഉള്ളു വേവുമ്പോ കള്ളരുതൊന്ന് പറഞ്ഞിട്ടുള്ളോ എന്നോട്. പോയി 2 കൊന്തെത്തിക്കട പോത്തെ. കുറച്ചു ദിവസമായിട്ട് എന്റെ കിടാവിന്റെ മോന്തയ്ക്കൊരു തെളിവില്ലല്ലോ. എന്തു പറ്റി എന്റെ കർത്താവേ? ഓ കേട്ടപ്പോ വിശ്വാസമായില്ല, സംശയം തോന്നുകയും ചെയ്തു. ഇപ്പൊ പീഡിയമുരയുടെ മുമ്പിൽ ആളോട് പറഞ്ഞു കേട്ടപ്പോഴാ ശരിയായിരിക്കും തോന്നിയത്. അവനത് ചെയ്തൂടാ. ഈശോയെ ചെയ്തോ? ഇവിടെ വാടാ നീ. എനിക്ക് അപ്പഴേ തോന്നിണ്ടാ മോനെ നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ഇറങ്ങി വാടാ ഇവിടെ. എളേപ്പ വേണ്ട, കാളെ പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കണ്ട. ചെങ്ങായെ ഞാൻ എന്തുട്ട് ചെയ്തു പറഞ്ഞേ? ഇവനല്ല, മറ്റവൻ. ആര്? ഇന്നലെ രാത്രി ടിവിയിൽ കണ്ടു, ഇന്നിപ്പോ പത്രത്തിലുണ്ട്. രാഘവൻ നായരെ കുത്തിക്കുന്നതേ. ആര്? എടോ ഇതാരാ ചെയ്തേന്ന്? രഘു വന്നാ നാട്ടിലെല്ലാരും പറയണേ. 10-20 വെട്ടും കുത്തും ഉണ്ടത്രേ. രഘു ഇന്നലെ മേത്ത് ചോരയും പാടും ഒക്കെ ആയിട്ട് അർദ്ധരാത്രിയാ വന്നത്. കണ്ടവരുണ്ട്. അല്ല, ഉണ്ണിയേട്ടനോട് ആരാത് പറഞ്ഞേ? അവിടെ എല്ലാരും ഇത് തന്നെ പറയണുള്ളൂന്നേ. ഞാൻ അവിടം വരെ പോയി ഒന്ന് നോക്കിയാലോ? എളേപ്പൻ ചെല്ല്. ഇവിടെ ആരും ഇല്ലേ? പൗരളപ്പനാണ് കുട്ടിയെ. പൗലിയളേപ്പൻ എന്താ രാവിലെ തന്നെ? അല്ല പിന്നെ കുപ്പിയെടുത്തോളൂ. അല്ല രഘുന്ന് പോയില്ലേ? വണ്ടി ഉണ്ടല്ലോ. ഹൈ, വണ്ടിയുടെ മോന്തം ഞളങ്ങിണ്ടല്ലോ. ഇതെന്തു പറ്റി? ഇവിടെ ഇല്ലേ? എണീറ്റിട്ടില്ല, ഇന്നലെ വൈകിയാ വന്നത്. എണ്ണ തീർന്നിട്ടില്ല, മെനഞ്ഞാന്നല്ലേ തന്നത്. എന്താ മോള് വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. എന്താ അമ്മേ? അച്ഛന് വയ്യേ? എണീക്കണില്ലല്ലോ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ. സായിവേ, ഇൻസ്റ്റാൾമെന്റ് വന്നിട്ടുണ്ടാ? തായ് പറഞ്ഞില്ലേ നമ്മുടെ വിഷപ്പട്ടി പറയുന്നതിന്റെ ബോസ് രാഘവൻ നായർക്ക് മോഷണം കിട്ടിയത്? ആകെ മൊത്തം വെട്ടും കുത്തും ആയിട്ട് ഡിസൈനൊക്കെ അങ്ങോട്ട് വിറ്റെന്ന്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനില്ലേ ശവികൾക്ക്? ആകെ ഒരു മൂടൗട്ട് തോന്നണ്ടാ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ ഒരു പനങ്ങൾ അങ്ങോട്ട് വീശിയാല. മിണ്ടാതെ പൊക്കോടുന്ന്. തന്നെ നേരെ വെളുക്കുമ്പോ തന്നെ ആൾക്കാരൊക്കെ എന്നോട് കള്ളു കള്ളെന്ന് പറയണേ. ഐ വേണ്ടെങ്കി വേണ്ടെന്നേ, നീ കിടന്ന് കുറച്ച് ചാണ്ടറാ പോത്തെ. ആ നമ്മുടെ ചേട്ടായിക്ക് ഒരു TV അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുട്ടോ. ഞാൻ പിറകെ നടന്ന് ഒടുവിലൊരു മൂളല് കിട്ടി എന്റെ സായിവേ. ആ കുരിപ്പ് പോയിട്ടുണ്ടാവോ? കാശിട്ടാണ്ടേ. താനിപ്പോ അങ്ങോട്ട് പോണ്ടോ? എന്തേ? 2 ദിവസം കഴിയട്ടെ, തന്റെ കാശ് അവരെ തരാണ്ടിരിക്കില്ല. പോരെ? ഞാനും കേട്ടൂലൊരു കരന്യൂസ്. എന്തൂട്ടാനപ്പുണ്ടായേ? ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ഹിമാറെ. ഓല അല്ലെങ്കിൽ തന്നെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. അച്ഛാ, അച്ഛാ.
കുട്ടികൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. കരയണ്ട. ഒരു വട്ടം കൂടി പഴയ പോലെ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. കരയല്ല ശോഭ, ഒക്കെ പറയാം. പേടിക്കാനൊന്നുമില്ലേ? അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ചെക്കോട്ടൻ എന്നെയും മക്കളെയും ഓർത്തില്ല. ഞങ്ങളെ അങ്ങോട്ട് കൊല്ലായിരുന്നില്ലേ? എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നിയിരുന്നു. ഇങ്ങനെയാവുന്ന കരുതിയില്ല. ചെക്കോട്ടനെ മാത്രം വിശ്വസിച്ചിറങ്ങിയവളാ ഞാൻ. എന്തായാലും പറ്റിയ പിന്നെ ഞാനും കുട്ടികളും ജീവിച്ചിരിക്കില്ല. ചെക്കോട്ടന്റെ മനസ്സിൽ പകയും പകരം വീട്ടിലും ഒക്കെ നിറഞ്ഞിരിക്കണം. ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ. ഇറങ്ങി പട്ടി. എന്താ ഇത്? എന്താ കാര്യം? എന്നെ വിട്. വിട്. അയ്യോ, ഞാനെന്താ ഇത് ചെയ്തത്? ചെയ്യല്ലേ. പോലീസുകാരനെ കൊണ്ട് നിന്റെ മറ്റൊന്ന് ഞങ്ങൾ ഉമ്മ വയ്ക്കാൻ വേണ്ടി. പോലീസുകാരായിരുന്നു. ഒടിയന്റെ മുമ്പിൽ മായം തിരിയണ്ടടോ. എനിക്കറിയില്ല. ഏയ്, എന്നെ വിട്. ശോഭ. ഏതാ വണ്ടിയില്? അയ്യോ, എനിക്കറിയില്ല. എന്നെ വിട്. എനിക്കറിയില്ല. ശോഭ. എന്നെ വിട്. അങ്ങനെ നോക്കല്ലേ അമ്മേ, ഞങ്ങൾക്ക് പേടിയാവുക. അമ്മേ, അമ്മേ, അമ്മേ. ഒന്നങ്ങോട്ട് മാറിയെന്നേ. എന്തുട്ടാ നിങ്ങൾ ഈ അറവുശാലയുടെ മുകളിൽ കഴുകൻ കിടന്ന് വട്ടം പറക്കണ പോലെ ഇങ്ങനെ അങ്ങനെ കിടന്ന് പരുങ്ങണേ? എന്തുട്ടാ കാര്യം? ആ ഡോക്ടർ ഇതിനകത്ത് സ്വസ്ഥായിട്ടിരുന്നൊന്ന് പരിശോധിച്ചോട്ടറാ. പോലീസുകാരുടെ വക 3 നേരം, നാട്ടുകാരുടെ വക മുതലക്കണ്ണീര്. ആ പെങ്ങളെ എന്നുള്ള വിളിയ കേൾക്കുമ്പോ കല്യ വരണേ. മാറിക്കണ അവിടുന്ന്. ആന്റപ്പ, നീ ആ ബില്ലടച്ചിട്ട് വണ്ടിയും വിളിച്ച് വരണ്ടോ? ഇവിറ്റേടെ അതിനെ പിന്നെയും പ്രാന്താക്കും. ടെൻഷൻ നിൽക്കുന്നിടത്തോളം ശ്രദ്ധിക്കണം. രാത്രി കഴിക്കാനുള്ള ഉറക്കഗുളിക എഴുതിയിട്ടുണ്ട്, കൂടാതെ ട്രാങ്കുലൈസർ. ഒന്നും രോഗിയുടെ അടുത്ത് വെക്കരുത്. കൂടുതൽ എടുത്തു കഴിച്ചാൽ അപകടമാണർത്ഥം. പിന്നെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ. എല്ലാം ഒരു രാഷ്ട്രീയ കളിയാ പെങ്ങളെ. ഭാഗ്യത്തിന് നമ്മുടെ മന്ത്രി രക്ഷപ്പെട്ടു. മറ്റേ ഗ്രൂപ്പിന്റെ തന്ത്രങ്ങൾ ഞങ്ങൾ പൊളിക്കും. പെങ്ങളൊരു പത്രസമ്മേളനത്തിന് ഒപ്പം വന്നാൽ മാത്രം മതി. മരിച്ച രാഘവൻ നായര് നിങ്ങളുടെ ഭർത്താവുമായി മുൻവൈരാഗ്യമെല്ലാം മറന്ന് നല്ല സ്നേഹത്തിലായിരുന്നെന്നും ഞങ്ങളായിട്ട് മുൻവൈരാഗ്യം ഒന്നുമില്ലെന്നും ഇടയ്ക്ക് വല്ലപ്പോഴും 1-2 ദിവസം വീട്ടിൽ തങ്ങാറ് പോലും ഉണ്ടെന്നും. ഡാ ചെറ്റോളെ, നിങ്ങൾക്കില്ലേ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും? പൊട്ടി മുളച്ച ജാതികള്, ഇറങ്ങി പോടാ അവിടുന്ന്. തിളക്കല്ലേ കാരണവരെ? കൊണ്ട് നടക്ക്, നല്ല പ്രായം. കരയണ്ടമ്മേ, അമ്മേ. മോള് തയ്യാറായിക്കോ, ഡിസ്ചാർജ് ആയിട്ടുണ്ട്. രഘുത്തമ്മനെ ഒന്ന് കാണാൻ പറ്റുമോ? ആവോ. അയാളുടെ ഭാര്യനെ ആശുപത്രിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുണ്ടേ, അതൊന്ന് പറയാന്. ആശുപത്രിയിൽ നിന്ന് പെറ്റു കൂട്ടിക്കൊണ്ടെന്ന് പറയാൻ ഇത് താൻ ഉദ്ദേശിച്ച സ്ഥലമല്ല, പോലീസ് സ്റ്റേഷനാ. ഇറങ്ങി പോടോ. അല്ല, അയാൾക്ക് സ്വന്തവും ബന്ധവുമായിട്ട് വിവരമുള്ളവരൊന്നും ഇല്ലേ? എന്നാ താൻ പോയിട്ട് നല്ല വക്കീലിനെ കണ്ട് ജാമ്യത്തിന് അപേക്ഷിക്ക്. SI വരാണ്ട് കാണാൻ പറ്റില്ല, ആള് റിമാൻഡില്ല. ആണല്ലേ? അതറിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടാവുന്ന കരുതിയേ. അല്ല, ഏതപ്പ നല്ല വക്കീല്? കോടതി പഠിക്കാൻ അന്വേഷിക്കണോ? അതിപ്പോ
എന്താടോ? ഒന്നുമില്ല. കേസ് ഇത്രയും പ്രമാദമാണെന്ന് നിങ്ങൾ എന്നെ പറയണു. അപ്പൊ ജാമ്യം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത്ര കണ്ട് പണച്ചെലവും കൂടും. ഒക്കെ ആലോചിച്ചുറപ്പിച്ച് വന്നാൽ മതി. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്. പൊയ്ക്കോളൂ. അല്ല, എന്തൊട്ടെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്. അത് ഇവിടെ അല്ല, കന്നാലി ചന്തയിൽ പോണ്ടി വരും. നിങ്ങളൊക്കെ ഈ ലോകത്തല്ലേ ജീവിക്കണത്. ചൂടാവണ്ട കേട്ടോ, ഞങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി വലിയ പരിചയമില്ലേ. തനി നാട്ടുമ്പുറത്തുകാരാ. നിയമം എല്ലാവർക്കും ഒന്ന് തന്നെയാ. പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ പരിചയം ഉണ്ടാവണേ. കൂടുതൽ പരിചയമായ പണം കൈവച്ച് ഇടയ്ക്കൊക്കെ കൊല ചെയ്യാൻ തോന്നും. ആ ചെല്ല്, എല്ലാം ആലോചിച്ചുറപ്പിച്ച് വന്നാൽ മതി. ആ അമ്മേ, മോള് കിടക്കാൻ നോക്കിക്കോളൂ, അമ്മ കഴിച്ചോളാം. എന്താ അമ്മേ രാത്രി ഉറങ്ങാണ്ടിരുന്നാല് നീ സൂക്കേട് വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക? കഴിക്കമ്മേ. മതി കുഞ്ഞാ വരച്ചത്. ഈ നെക്ലസ് മറിച്ചിട്ട് ശരിയാവണല്ലോ അമ്മേ. അച്ഛൻ മറിച്ചേരാന്ന് പറഞ്ഞതാ. എന്താ അമ്മേ അച്ഛൻ വരാത്തെ? നാളെ വരും. അമ്മ വെറുതെ പറയാ. അച്ഛനെ കൊണ്ടുവരാൻ പോലീസിന് കാശ് കൊടുക്കാൻ തികഞ്ഞില്ലാന്ന് അങ്കിളിനോട് പറയണ ഞാൻ കേട്ടൂലോ. ഇപ്പൊ തികഞ്ഞു. പണയം വെക്കണ്ട, വിട്ടോളൂ. എന്നാലേ വിചാരിച്ചത്രയും കിട്ടൂ. അപ്പോഴും മതിയോ വെച്ചെടുത്തേരെ? കുറച്ച് കയ്യിലുണ്ട്, വേഗം പോയി വാ. താക്കോല്. ഉച്ചക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടാളും ജീജേച്ചി വലക്കരുത് കേട്ടോ. ഇല്ല. കോടതി പോവാ. ഇന്ന് ജാമ്യത്തിന്റെ വിവരം അറിയും. ജാമ്യം നിൽക്കാൻ ആരാ കൂടെ വരണേ? പൗലേളപ്പൻ. പുതിയ ബന്ധുവിനെ കിട്ടിയത് നന്നായി. വാ. ദേ, ഇതൊരു ശീലാക്കണ്ട. ഡാൻസ് പഠിക്കണോടത്തുള്ള കൂട്ടുമതി. കാർന്നോമാരെയും തറവാടിനെയും ധിക്കരിച്ച ജാതിയാ. ഇപ്പൊ കൊലയും കൊള്ളേ. എങ്ങനെയാ 4 കാശ് വരുമാനം ഉള്ളത് ഇല്ലാണ്ടാക്കാന്ന് വെച്ചാ ക്ലാസ്സിന് എപ്പോഴും നിന്നെ പറഞ്ഞയക്കണേ. ഛേ, മാറി കൂട്ടിയേ. നീ ഇവറ്റകളെ കൊണ്ട് വല്ല പാടത്തോ പറമ്പിലോ പോയി കളിക്ക്. ഇവിടെ നിന്ന് ഒക്കെ കേറി നിറങ്ങി നശിപ്പിക്കും. നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാ. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയില്ലല്ലോ. അച്ഛൻ വരുമ്പോ കാണുകയും ചെയ്യാം. ആ, നമുക്ക് കൊന്ന പൂത്തൊന്ന് നോക്കാം. പോവാം.